ഒരു ദിവസത്തെ കുളു-മണാലി യാത്ര പോയ 40 അംഗ സംഘത്തെ കയ്യോടെ അവിടെ എത്തിപ്പിടികൂടി. ഇനി ഇവന്മാരാരെന്നല്ലേ? ഇന്നലെ കണ്ടുപിടിച്ചവന്മാർ തന്നെ. കൂട്ടുപ്രതികളെയും കയ്യോടെ പിടികൂടി. തലമൂത്തവന്മാരുടെ തല ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ പിച്ചിയെറിഞ്ഞു കളഞ്ഞു. ആർക്കൊക്കെ മൂപ്പ് കൂടുതലുണ്ടെന്ന് ഞാൻ തെരഞ്ഞു നോക്കുന്നുണ്ടായിരുന്നേ. കുറ്റം ചെയ്തവരെ എല്ലാം നീളത്തിൽ രണ്ടായി വെട്ടിമുറിച്ചു. കൂട്ടുപ്രതികളുടെ അവസ്ഥ അതുതന്നെ. ഊഴം കാത്ത് അവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കറിവേപ്പിലയും ഒരൊറ്റ സ്ഥാനം പിടിച്ചിരുന്നു. തിളച്ച വെള്ളത്തിലേക്ക് പ്രതികളെ ഒന്നൊന്നായി ഇറക്കിവിട്ടു. അല്ല, കൂട്ടത്തോടെ തട്ടിയിട്ടു. കുറച്ചു പേർക്ക് മാത്രം ചൂട് കൂടുതലാണെന്നുള്ള പരാതിയും തീർത്തു കൊടുത്തു. ബാക്കിയുള്ളവരെവിടെ എന്ന അവരുടെ ചോദ്യത്തിൽ കൂട്ടുപ്രതികളെയും വെള്ളത്തിലേക്ക് ഞാൻ നിർദാക്ഷിണ്യം തള്ളിയിട്ടു. എന്തിനവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് മാത്രം രണ്ടു കൂട്ടർക്കും ഉത്തരമില്ല. അവസാനം അവർ സത്യം പറഞ്ഞു. അവർ ഹോളി ആഘോഷിക്കാൻ പോയതാണത്രേ. ചമയങ്ങൾ ഏതുമില്ലാത്ത അവരെ കണ്ട് എനിക്ക് തന്നെ വിഷമം തോന്നി. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അത്യാവശ്യം കളറായിട്ടുണ്ട്. എന്നിട്ടും പോരാ, ലേശം ഉപ്പുപൊടിയും വാരി വിതറി. ഇവിടെയും പരാതിയും പരിഭവവും തന്നെ. ചിലർക്ക് കളർ കൂടി, ചിലർക്ക് കളർ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ആ പരാതിയും പരിഹരിച്ചു കൊടുത്തു. എന്തൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ശേഷം അവരെ ഹോളി ആഘോഷിക്കാൻ പറഞ്ഞു വിട്ടു. അടപ്പുപാത്രം കൊണ്ട് ഭദ്രമായി മൂടി വെച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവരുടെ പരിപാടിയുടെ മാറ്റുകൂട്ടാൻ തേങ്ങ തിരുമിയതും ഇട്ടുകൊടുത്തു. കറിവേപ്പിലയും കൂടെ ചാടി. പരാതിയുടെ കെട്ടഴിക്കും മുന്നേ ഞാൻ ഇളക്കം തുടങ്ങി. ആർക്കുമാർക്കും കൂടിയെന്നും കുറഞ്ഞെന്നും വരരുതല്ലോ. ഇത്രയും അനുസരണയുള്ള ഇവരുടെ ഒത്ത നടുവിലേക്ക് ലേശം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. മുൻകൂട്ടി കണ്ട പോലെ അവസാനത്തിളക്ക്, ഇളക്കോടിളക്ക്. ഒരു ചെറിയ കിണ്ണത്തിൽ ഇവന്മാരെ എടുത്തിട്ട് അവസാനത്തെ ഫോട്ടോ അങ്ങ് പിടിച്ചു. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്